ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ വീഡിയോയുടെ തലക്കെട്ടെന്ന് പറയുന്നത് മാനസാന്തരപ്പെടുക, സർവനാശം ഒഴിവാക്കുക എന്നുള്ളതാണ്. മാനസാന്തരപ്പെടുക, സർവനാശം ഒഴിവാക്കുക. ഇന്നത്തെ വീഡിയോ ഇന്നലത്തെ വീഡിയോയുടെ ബാക്കിയാണ്. അതുകൊണ്ട് ഇന്നലത്തെ വീഡിയോ കേട്ടിട്ടില്ലെങ്കിൽ അതും കൂടെ കേട്ടിട്ട് ഈ വീഡിയോ കേൾക്കുന്നതായിരിക്കും നല്ലത് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. വാക്യം വായിച്ചാട്ടെ. ഉൽപ്പത്തി പുസ്തകം 15:9. അവൻ അവനോട്, നീ 3 വയസ്സുള്ള ഒരു പശുക്കിടാവിനെയും 3 വയസ്സുള്ള ഒരു കോലാടിനെയും 3 വയസ്സുള്ള ഒരു ആട്ടുകൊറ്റനെയും ഒരു കുറുപ്രാവിനെയും ഒരു പ്രാവിൻ കുഞ്ഞിനെയും കൊണ്ടുവരിക എന്ന് കൽപ്പിച്ചു. അബ്രാമിനോട് ദൈവം പറഞ്ഞു. അബ്രാം ഒരു സംശയം ചോദിച്ചു. അതായത് ആദ്യം പറഞ്ഞു, നീ 15-ാം അധ്യായം നിങ്ങൾ നല്ലപോലെ ഒന്ന് വായിക്കണം, അതിനകത്ത് പല കാര്യങ്ങളുണ്ട്. അതിൻ്റെ ആദ്യത്തെ സംശയവും എല്ലാം കഴിഞ്ഞ് പിന്നെ അബ്രാമിനോട് ദൈവം പറഞ്ഞു, ഈ ദേശം ഞാൻ നിനക്ക് അവകാശമായി തരേണ്ടതിന് നിന്നെ കൽദേയരുടെ ഊരിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവന്ന യഹോവയായ ദൈവം ഞാനാകുന്നു എന്ന് പറഞ്ഞു. അന്നേരം അബ്രാമിന് സംശയമുണ്ട്. അബ്രാം ഉടനെ ചോദിച്ചു, കർത്താവായ യഹോവയെ ഞാൻ അത് അവകാശമാക്കുമെന്ന് എനിക്ക് എങ്ങനെ അറിയാൻ കഴിയും? വീണ്ടും പുള്ളിക്ക് സംശയമായി. നമ്മുടെ ഇവിടുത്തെ പെന്തക്കോസ്തുകാരുടെ അവസ്ഥ തന്നെയായി. ഉടനെ 9-ാമത്തെ വാക്യം, നീ 3 വയസ്സുള്ള ഒരു പശുക്കുട്ടിയെയും 3 വയസ്സുള്ള ഒരു പെണ്ണാടിനെയും 3 വയസ്സുള്ള ഒരു ആട്ടുകൊറ്റനെയും അവയോടൊപ്പം ഒരു കുറുപ്രാവിനെയും ഒരു പ്രാവും കുഞ്ഞിനെയും എൻ്റെ അടുക്ക കൊണ്ടുവരിക. ശ്രദ്ധിച്ചോണം, കൊണ്ടുവരാൻ പറഞ്ഞാൽ കൊണ്ടുവന്നാൽ മതി. പക്ഷെ അബ്രാം എന്നാ ചെയ്തു? 10-ാമത്തെ വാക്യം, ഇവയൊക്കെയും അവൻ കൊണ്ടുവന്ന് ഒത്ത നടുവെ പിളർന്ന് ഭാഗങ്ങളെ നേർക്ക് നേരെ വെച്ചു. പക്ഷികളെയോ അവൻ പിളർന്നില്ല. മതി. അപ്പോൾ കൊണ്ടുവരാൻ പറഞ്ഞാൽ കൊണ്ടുവന്നാൽ മതി. അപ്പോൾ കൊണ്ടുവരാൻ പറഞ്ഞത്, ഇതിനു മുമ്പ് ഇതെങ്ങനെയാ ഇതിൻ്റെ ബലി സംവിധാനമൊന്നും വചനത്തിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല. അബ്രാം എന്നാ കാണിച്ചു? അതിനെല്ലാം അങ്ങ് പിളർന്നു. പക്ഷെ അവൻ പ്രാവുകളെ പിളർന്നുമില്ല. സത്യം പറഞ്ഞാൽ കൊണ്ടുവരാൻ പറഞ്ഞാൽ കൊണ്ടുവന്നാൽ പോരെ, അതിനപ്പുറത്തോട്ട് ചെയ്ത അനുസരണക്കേടല്ലേ? ഇനി അതിൻ്റെ 11-ാമത്തെ വാക്യം വായിച്ചേ. ഉടലുകളിന്മേൽ റാഞ്ചൻ പക്ഷികൾ ഇറങ്ങി വന്നപ്പോൾ അബ്രാം അവയെ ആട്ടിക്കളഞ്ഞു. ഈ റാഞ്ചൻ പക്ഷികളെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇനി അതിനെക്കുറിച്ച് പറയുന്നില്ല, അത് കേട്ടാൽ മതി. ഇനി അതിനുശേഷം ഉൽപ്പത്തി 15-ന്റെ 12, 13, 14, 15 വായിച്ചേ. സൂര്യൻ അസ്തമിക്കുമ്പോൾ അബ്രാമിന് ഒരു ഗാഢനിദ്ര വന്നു. ഭീതിയും അന്ധതമസ്സും അവന്റെ മേൽ വീണു. അപ്പോൾ അവൻ അബ്രാമിനോട്, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായിരുന്ന് ആ ദേശക്കാരെ സേവിക്കും. അവർ അവരെ പീഡിപ്പിക്കുമെന്ന് നീ അറിഞ്ഞുകൊള്ളുക. എന്നാൽ അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ വിധിക്കും. അതിന്റെ ശേഷം അവർ വളരെ സമ്പത്തോടുകൂടെ പുറപ്പെട്ടു പോരും. നീയോ സമാധാനത്തോടെ നിന്റെ പിതാക്കന്മാരോട് ചേരും, നല്ല വാർദ്ധക്യത്തിൽ അടക്കപ്പെടും. അവിടെ വരെ മതി. അതുവരെയാണ് 15-ാം അധ്യായത്തിൽ 12 മുതൽ 15 വരെയുള്ള കാര്യങ്ങളിൽ അബ്രാമിൻ്റെ സംശയം മൂലം അന്നുവരെ ജനിച്ചിട്ട് പോലുമില്ലാത്ത തലമുറകൾക്ക് 400 വർഷം പ്രവാസം ശാപമായി പിഴയായി കിട്ടി. ഒറ്റ ചോദ്യമാണ്, അല്ലെങ്കിൽ 1-2 അനുസരണക്കേടാണ്. ഈ ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിനകത്താണ് ഈ ഇസ്രായേൽ ജനത്തിന് 400 വർഷത്തെ പിഴയ്ക്ക് 400 വർഷം പ്രവാസത്തിൽ പോകാനുള്ള ശാപം അബ്രഹാം മേടിച്ചെടുത്തത്. ഇവിടെ അതിൻ്റെ തുടക്കം കിടക്കുന്നത്. എന്നിട്ട് ഇത് പിടിച്ചു കൊടുക്കാൻ പറഞ്ഞത് എന്നാ നോക്കിയാൽ 16-ാമത്തെ വാക്യം വായിച്ചേ. 4-ാം തലമുറക്കാർ ഇവിടേക്ക് മടങ്ങി വരും, അമോര്യരുടെ അക്രമം ഇതുവരെ തികഞ്ഞിട്ടില്ല എന്ന് അരുളി ചെയ്തു. അതായത് അക്രമം അമോര്യർ ചെയ്തുകൊണ്ടിരിക്കുക. അക്രമം അത് പഴുത്ത് വിളയാൻ വേണ്ടി ദൈവം വെച്ചോണ്ടിരിക്കുക. വിളഞ്ഞു കഴിയുമ്പോൾ അവന്മാരെ ഇവിടുന്ന് പ്രവാസത്തിൽ വിട്ടിട്ട് ഇത് പിടിച്ചു തരും. അതായത് ജാതി നീതി ചെയ്യുന്നില്ലെങ്കിൽ ദൈവം അവരെ പ്രവാസത്തിലയക്കും. ദൈവജനം നീതി ചെയ്യുന്നില്ല, ദൈവം അവരെയും പ്രവാസത്തിലയക്കും. അതുകൊണ്ട് ദൈവത്തെ ഭയപ്പെടണം, ജാതിയും ഭയപ്പെടണം, ദൈവജനവും ഭയപ്പെടണം. കണ്ടോ? ഉൽപ്പത്തി പുസ്തകം 15-2 എനിക്ക് എന്തു തരും എന്നൊരു ഒറ്റ ചോദ്യമാണ് ഇതിൻ്റെ കാരണം. എനിക്കെന്തു തരും? ഉൽപ്പത്തി പുസ്തകം 15-2. അതിന് അബ്രാം, കർത്താവായ യഹോവേ, ഞാൻ മക്കളില്ലാത്തവനാണ്, എൻ്റെ സ്വത്തിന് അവകാശി ദമ്മേശക്കുകാരൻ എലിയേസർ അങ്ങനെ ഇരിക്കെ അങ്ങ് എനിക്കെന്തു നൽകും? ആ ഒറ്റ ചോദ്യത്താലായി 400 വർഷം പിഴ മേടിച്ചെടുത്തത്. ഇന്നത്തെ ജനം ശിക്ഷാവിധിയിൽ അകപ്പെടുന്നത് യേശുവിൻ്റെ രക്തം ഉള്ളതുകൊണ്ട് മാത്രമാണ്. അതാ ക്രൂശിലെ സ്നേഹം. എന്നാൽ ദൈവജനവും ശുശ്രൂഷകരും അക്രമം വിട്ട് ഒഴിയുന്നില്ലെങ്കിൽ
ദൈവം അമോര്യരോട് ചെയ്തത് തന്നെ ചെയ്യും, ഓടിച്ചു കളയും. ഇപ്പോൾ കേരളത്തിൽ നിന്ന് നോക്കിക്കേ, കേരളത്തിലെ ദൈവജനത്തിൻ്റെ എല്ലാം മണ്ടയിൽ ഇപ്പം നല്ല ഇരുട്ട് വീണിരിക്കുക. തലമുറകൾ മുഴുവൻ പ്രവാസത്തിലേക്ക് പോവുക. വിദേശത്ത് പഠിക്കാൻ പോകുന്ന പറയുന്നതെങ്കിലും സത്യത്തിൽ നടക്കുന്നത് പ്രവാസമാണ്. അതുങ്ങളുടെ ദേശം വിടുക, അതുങ്ങളുടെ ബന്ധക്കാരെ വിടുക, സ്വന്തക്കാരെ വിടുക, സ്നേഹിതരെ വിടുക, ജനിച്ച മണ്ണ് വിടുക. ഇതിനെയാ പ്രവാസം എന്ന് പറയുന്നത്. ഇവിടുന്ന് ഓരോ മക്കളെല്ലാം അങ്ങ് പോയി കഴിയുമ്പോൾ മാതാപിതാക്കൾ പോകുക ഇവിടുന്ന്. അവരവിടെ ചെന്ന് കുഞ്ഞുങ്ങളെ നോക്കി ആ ഫ്ലാറ്റുകളിലും വീടുകളിലും ഇരുന്ന് അവരവിടെ തീരുക. അവർക്ക് അവരുടെ ബന്ധുക്കളെയും സ്വന്തക്കളെയും കാണാൻ താല്പര്യമില്ലാഞ്ഞിട്ടല്ല, അവർക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ സാഹചര്യം ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, അവർ പ്രവാസത്തിലായി പോവുക. നിങ്ങൾ നോക്ക്, ഈ വിശ്വാസിയുടെ കേന്ദ്രമായ പത്തനംതിട്ട ജില്ല, തിരുവല്ല, ചെങ്ങന്നൂർ, പത്തനംതിട്ട, അടൂര്, പുനലൂര്, പത്തനാപുരം, കോന്നി, എത്ര നൂറുകണക്കിന്, എത്ര ആയിരക്കണക്കിന് വീടുകൾ അടച്ചു കിടക്കുന്നത്. എല്ലാവരും പ്രവാസത്തിലേക്ക് പോയി. ഇതാ ബൈബിള് പറയുന്ന പ്രവാസം. ഇതാ പ്രവാസം. ഞാൻ ചിന്തിക്കുക, കഴിഞ്ഞ ആഴ്ച ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് 22 രൂപയ്ക്ക് മേടിച്ച ഒരു ബാറ്ററിക്ക്, തമിഴ്നാട്ടിലെ പൊള്ളാച്ചിയിൽ നിന്ന് 22 രൂപയ്ക്ക് മേടിച്ച ഒരു ബാറ്ററി ഇന്ന് കേരളത്തിൽ മേടിക്കുമ്പോൾ അതിന് 50 രൂപ വിലയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ 1 രൂപ 70 പൈസയ്ക്ക് മേടിച്ച ഒരു ലെവോ സിട്രസിൻ ഇന്ന് അതിൻ്റെ വില 5 രൂപയാണ്. തമിഴ്നാട്ടിൽ പോയത് 1 രൂപയ്ക്ക് കിട്ടും. ഇതുപോലെ അക്രമം പടർന്നു പിടിച്ചപ്പോൾ, ഇതുപോലെ പ്രശ്നങ്ങൾ പടർന്നു പിടിച്ചപ്പോൾ ദൈവജനവും ശുശ്രൂഷകരും മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ, പ്രത്യേകിച്ച് ശുശ്രൂഷകരായതിനകത്ത് മാനസാന്തരപ്പെടേണ്ടത്, ഇവനെല്ലാം തിന്നുമുറ്റി ഒരു പ്രത്യേക അവസ്ഥയിലായി കഴിഞ്ഞപ്പോൾ ദേശത്ത് ജനത്തോടൊന്നും പറയാനില്ല. പറയാനുള്ളത് മുഴുവൻ നിന്നെ എല്ലാം വാലല്ല തലയാക്കുന്ന. ഒരു വാലൊന്നും തലയാകാൻ പോകുന്നില്ല, എല്ലാവരും പ്രവാസത്തിൽ പോകും. ഇത് യഹോവയുടെ യേശുവിൻ്റെ നാമത്തിൽ പറയുന്നു. ഈ രീതിയിൽ പോയാൽ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ സകലതും പ്രവാസത്തിൽ പോകും. ഒരു വാലും തലയൊന്നും പോകാൻ പോകുന്നില്ല, ഒരു വാലും തലയാകാൻ പോകുന്നില്ല. മുന്നിലോട്ട് ഈ പറയുന്ന പോലെ ഒന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല. ഈ രീതി പോയാലുണ്ടല്ലോ, ഇന്ന് കാണുന്ന പ്രശ്നങ്ങൾ കണ്ടോ. കോവിഡ് വന്നു, ജലത്താലുള്ള പ്രശ്നങ്ങൾ വന്നു, ഉരുളുപൊട്ടൽ വന്നു, മണ്ണിടിച്ചിൽ വന്നു, ബാധകൾ വന്നു, പകർച്ചവ്യാധികൾ വന്നു, നിപ്പ വന്നു, ഇപ്പോൾ ആണ്ട മങ്കിപ്പോസ് വരുന്നു. ദേശം മുഴുവൻ നിറയാൻ അറിഞ്ഞോ അറിയാതെയോ ഇതിനകത്ത് ദൈവജനത്തിന് പങ്കുണ്ട്. ശുശ്രൂഷകന്മാർക്ക് ഏറ്റവും കൂടുതൽ പങ്കുണ്ട്. ഇനി അങ്ങോട്ട് കവിഞ്ഞൊഴുകുമൊന്നുമില്ല, അതൊക്കെ വെറുതെയാ. കവിഞ്ഞൊഴുകിയതൊക്കെ അമേരിക്ക ചെന്നു. ബാക്കി വായിച്ച 2 ദിനവൃത്താന്തം 7:14. എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എന്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. എന്നാ എഴുതിയത്? ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. കേരളം എന്ന ദേശത്തിനാണ് ഇപ്പൊ സൗഖ്യം വേണ്ടത്. എഴുതിയേക്കുന്നു, ഞാൻ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്ന എൻ്റെ ജനം സ്വയം താഴ്ത്തി പ്രാർത്ഥിക്കുകയും എൻ്റെ മുഖം അന്വേഷിക്കുകയും തങ്ങളുടെ ദുഷ്ടവഴികളിൽ നിന്ന് പിന്തിരിയുകയും ചെയ്യുന്ന പക്ഷം ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപങ്ങൾ ക്ഷമിച്ച് ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. കേരളത്തിലെ പാസ്റ്റർമാരോട് ഓരോരുത്തരോടും പറയട്ടെ, നിങ്ങൾ ഈ ജനത്തിനോട് കാര്യം പറഞ്ഞു കൊടുക്കണം. ഇനി വാലിനെ തലയാക്കാൻ നടക്കരുത്. മാരുതിയ വരുന്നവനെ ഇനി BMW നടത്താൻ പോകരുത്. ഇനി പോർഷയ വരുന്നവനെ അവനെ മാക്കാൻ മേടിക്കാൻ അനുവദിക്കുക, അതല്ല പറഞ്ഞു കൊടുക്കേണ്ടത്. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹമല്ല പറയേണ്ടത്. ഇവിടെ പറയുന്നു, ഈ 2 ദിനവൃത്താന്തം 7:14, ഞാൻ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്ന എൻ്റെ ജനം സ്വയം താഴ്ത്തി പ്രാർത്ഥിക്കുകയും എൻ്റെ മുഖം അന്വേഷിക്കുകയും തങ്ങളുടെ ദുഷ്ടവഴികൾ നിന്ന് പിന്തിരിയുകയും. എൻ്റെ ജനത്തിനെ കുറിച്ചാണ് പറയുന്നത്, ഈ കേരളത്തിലുള്ള വിശ്വാസികളെ കുറിച്ചാണ് പറയുന്നത്, ഈ കള്ള ശുശ്രൂഷകന്മാർ കൊണ്ടു നടക്കുന്ന നിങ്ങളുടെ ആടുകളെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്ന എൻ്റെ ജനം സ്വയം താഴ്ത്തി പ്രാർത്ഥിക്കുകയും എൻ്റെ മുഖം അന്വേഷിക്കുകയും തങ്ങളുടെ ദുഷ്ടവഴികളിൽ നിന്ന് അപ്പം ദൈവജനത്തിൻ്റെ ഈ ദുഷ്ടവഴിയുണ്ട്, അതിൽ നിന്ന് പിന്തിരിയുകയും ചെയ്യുന്ന പക്ഷം ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപങ്ങൾ ക്ഷമിച്ച് ദേശത്തിന് സൗഖ്യം വരുത്തുന്നു. ഇവിടുത്തെ വിശ്വാസിയോടും അവരെ കൊണ്ടു നടക്കുന്ന ഇടയന്മാരോടുമാണ് പറയുന്നത്, മര്യാദയ്ക്ക് മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നീയും നിൻ്റെ തലമുറയും മുഴുവൻ സായിപ്പിൻ്റെ തീട്ടം കോരേണ്ടി വരും. ഒരു മാറ്റവും വേണ്ട.
വീടുകളിൽ ഒരു പണിയും ചെയ്യാതെ ചിക്കൻ വറുത്ത് നിന്നുകൊണ്ടിരുന്ന പിള്ളേർ അവിടെ പോയി ക്ലോസറ്റ് ഇപ്പോൾ കഴുകുക, ക്ലോസറ്റ് തുടയ്ക്കുക ടിഷ്യൂ പേപ്പർ വെച്ച്. അവിടുത്തെ വയസ്സന്മാരെ ഈയിടെ അവിടുന്ന് വന്നൊരു പയ്യൻ പറയുക, ഞങ്ങൾ ഗോൾഡ് മൈനിങ് ആണ് ഞങ്ങളുടെ പണി. എന്നാന്ന് ചോദിച്ചു. അവിടുത്തെ വൃദ്ധന്മാരുടെ തീട്ടം എടുക്കുന്ന പണി, ഗോൾഡ് മൈനിങ്. ഇപ്പോൾ UK-യിലും കാനഡയിലും ഒക്കെ കെയർ വിസയ്ക്ക് ഇവിടുന്ന് ചെല്ലുന്ന പിള്ളേർ പറയുന്ന അവിടുത്തെ പേരാ ഗോൾഡ് മൈനിങ്. എന്തുകൊണ്ടാണെന്നറിയാവോ? നീയൊക്കെ തിന്നുമുറ്റി ഇവിടെ ആവശ്യമില്ലാത്ത കോലമായിട്ട് നിന്നിട്ടാ. ദേശത്തിന് രോഗം വന്നുപോയി, ദേശത്തിന് സൗഖ്യം വരണമെങ്കിൽ ഈ വാക്യം ഏറ്റെടുത്തുകൊള്ളുക. ഞാൻ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്ന എൻ്റെ ജനം സ്വയം താഴ്ത്തി പ്രാർത്ഥിക്കുകയും എൻ്റെ മുഖം അന്വേഷിക്കുകയും തങ്ങളുടെ ദുഷ്ടവരികളിൽ നിന്ന് പിന്തിരിയുകയും ചെയ്യുന്ന പക്ഷം ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപങ്ങൾ ക്ഷമിച്ച് ദേശത്തിന് സൗഖ്യം വരുത്തും. അപ്പോൾ ദുഷ്ടന്മാരെ ഭരണത്തിൽ നിന്ന് മാറ്റും, യോഗ്യന്മാരെ ദൈവം കയറ്റിയിരുത്തും, കാര്യങ്ങൾക്ക് മാറ്റം വരും. ഞാനിത് കുറേ വീഡിയോകളിൽ നിരന്തരമായി ദൈവജനത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുക. അന്നേരം ചില കൊള്ളുകലാത്ത ശുശ്രൂഷന്മാരെ എൻ്റെ ഭാഷ മാറ്റാൻ നടക്കുക, അവന്മാരന്നേരം. ഇതിപ്പോൾ നോക്കിക്കോ, ഒരു മുന്നറിയിപ്പ് തന്നു ദൈവം, മാനം മര്യാദയ്ക്ക് ദൈവം പറഞ്ഞ് ഞാനിനി ജലം കൊണ്ട് ഭൂമിയെ നശിപ്പിക്കുകയല്ലെന്ന്. വയനാട് 2 ഗ്രാമം കളഞ്ഞു. ഇനി കേരളത്തിലെ 5 ജില്ലയുടെ മുകളിലോട്ട് നിൽക്കുക മുല്ലപ്പെരിയാർ. എങ്ങനെ ഇത് ഒഴിവാക്കാമെന്നറിയാവോ? ഗവൺമെൻറ് ഒന്നും ചെയ്യാൻ പോകുന്നില്ല, ദൈവം ചെയ്യണം. ദൈവം ചെയ്യണമെങ്കിൽ ദൈവജനം ദൈവത്തിൻ്റെ മുമ്പിൽ യഥാർത്ഥത്തിൽ 2 ദിനവൃത്താന്തം 7:16 പ്രകാരം കള്ള ശുശ്രൂഷകരോടും പറയട്ടെ. ഇവിടെയുള്ളത് 90% അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ തന്നെ പറയേണ്ടി വരുന്നത്. എൻ്റേതൊന്നും പറഞ്ഞ് പൊത്തിപ്പിടിച്ചോണ്ടിരുന്നോ? നിന്നെ എല്ലാം വെള്ളം ഒഴുക്കിക്കൊണ്ട് പോകുമ്പം ഇതെല്ലാം മനസ്സിലാവും. ഈ ഒരു തലത്തിലേക്ക് വരും. മങ്കിപോക്സ് വന്ന് ശരീരം മുഴുവൻ കുരുവായി നിൽക്കുന്ന ഒരു സാഹചര്യം എല്ലാം കൂടെ കയറി വരുന്നതിനിപ്പുറം കേരളത്തിലെ പെന്തക്കോസ് കോളത്തോട് പറയട്ടെ, മര്യാദയ്ക്ക് മാനസാന്തരപ്പെട്ട് ദൈവസന്നിധി വീണു. ശുശ്രൂഷകന്മാരോടും പറയട്ടെ, നിൻ്റെയൊക്കെ വയറും എടുക്കാൻ മേലാത്ത ലോഡും ചുമടും എല്ലാം താഴെ വെച്ച് മര്യാദയ്ക്ക് തീറ്റം കൂടിയും വെച്ച് ദൈവസന്നിധി താന്നിരുന്നു. പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ, കർത്താവെ, കേരളത്തിൻ്റെ മേൽ ഒരു മാനസാന്തരത്തിൻ്റെ അഭിഷേകം വീഴട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു പുതിയ ഉണർവ് കേരളത്തിൻ്റെ മേൽ വീഴട്ടെ. ആദ്യകാല പിതാക്കന്മാർ കണ്ണുനീരോടുകൂടി നിലവിളിച്ചപ്പോൾ കർത്താവെ, തിരുവല്ലയും ചെങ്ങന്നൂരും പത്തനംതിട്ടയും അടൂരും കോന്നിയിലും ഒക്കെ മനോഹര സൗധങ്ങൾ പൊങ്ങി വന്നെങ്കിൽ കർത്താവെ, ജനത്തിൻ്റെ ദാരിദ്ര്യം മാറി ദൈവം സമൃദ്ധി അനുവദിച്ചു എന്നതായിരുന്നു അതിൻ്റെ മർമ്മം. എന്നാൽ കർത്താവെ, ആ സമൃദ്ധിയിൽ നിന്ന് 1-ാം തലമുറ നഷ്ടപ്പെട്ടു പോയപ്പോൾ, ദൈവത്തെ വീണ് നമസ്കരിച്ചിരുന്ന 1-ാം തലമുറ പോയപ്പോൾ, ദൈവത്തിൻ്റെ അടുത്ത് യോഗ്യമായി ജീവിച്ചിരുന്ന 1-ാം തലമുറ പോയപ്പോൾ 2-ാം തലമുറ സുഖിമാന്മാർ എഴുന്നേറ്റ് വന്നു. 3-ാം തലമുറ ഇത് കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്തവൻ എഴുന്നേറ്റ് വന്നു. അവർ മൊബൈലിൽ തോണ്ടിയും നെറ്റിൽ പണിതും പാപം ചെയ്ത് എല്ലാ പാപവും ചെയ്തപ്പോൾ ദൈവത്തിൻ്റെ ക്രോധം കേരളത്തിനെതിരെ ഇറങ്ങി. അങ്ങനെയെങ്കിൽ കേരളത്തിൻ്റെ ശുദ്ധീകരണത്തിനായി ഒരു 7000 പേരെ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നതിനെ എഴുന്നേൽപ്പിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കണമേ. വീഡിയോകളുടെ മുമ്പേ ദൈവത്തിൻ്റെ ആത്മാവ് വ്യാപരിക്കണമേ. അനേകരെ വിടിവിക്കുന്ന ദൈവ കൃപ വ്യാപരിക്കണമേ. കേൾവിക്കാരുടെ ഉള്ളങ്ങളെ തുറക്കണമേ. ഒരുവൻ 9 പേരിലേക്ക് 10 പേരിലേക്കെങ്കിലും മിനിമം വീഡിയോകൾ ഷെയർ ചെയ്യുവാൻ ദൈവം സഹായിക്കണമേ. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.